ഭാരതം റെയിൽവേ വികസനത്തിൽ പുത്തൻ അധ്യായം കുറിക്കുകയാണ്. രാജ്യത്തെ 103 സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ മുഖത്തോടെ ഏറെ ആധുനികവും ജനസൗഹൃദമായി പുനർജനിക്കുന്നു. ഏറെക്കാലമായി വികസന മുന്നിൽ പരിവഹിച്ചിരുന്ന റെയിൽവേയുടെ വികസനം NDA സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ ആരംഭിച്ചതാണ്. പല സ്റ്റേഷനുകളും വിമാനത്താവളത്തിനൊപ്പമുള്ള സൗകര്യങ്ങളോടെ വികസിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി 2.5 വർഷം മുൻപ് ആരംഭിച്ച അമൃത് പദ്ധതി പ്രകാരം നവീകരിക്കുന്നവയാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്റ്റേഷനുകൾ. ഇന്ന് തുറക്കപ്പെടുന്ന 103 സ്റ്റേഷനുകളിൽ വടകര, ചിറയൻകീഴ് എന്നീ സ്റ്റേഷനുകളാണുള്ളത്. പുറമെ പുതുച്ചേരിയുടെ ഭാഗമായി കേരളത്തോട് ചേർന്ന് കിടക്കുന്ന മാഹി സ്റ്റേഷനും ഇന്ന് തുറക്കും. ഫലത്തിൽ കേരളത്തിന് 3 സ്റ്റേഷനുകളുടെ സൗകര്യങ്ങളാണ് ലഭിക്കുക. ഭാരതത്തിന്റെ ജനജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനുകളും. കോടിക്കണക്കിന് ജനങ്ങളാണ് ഇതിനെ ആശ്രയിച്ച് പോകുന്നത്. പതിറ്റാണ്ടുകളായി കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ മരവിച്ച് കിടക്കുകയായിരുന്നു നമ്മുടെ റെയിൽവേ. യാത്രക്കാരൻ റെയിൽവേയും ആഗ്രഹിച്ച മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ റെയിൽവേക്ക് എന്നുള്ള ഏത് പദ്ധതികൾക്കും മാറ്റങ്ങൾക്കുതകുന്ന അടിസ്ഥാന സൗകര്യം അനിവാര്യമാണ്. ഭാവനാപൂർവ്വമായ രൂപകൽപ്പനയുടെ മാത്രമേ അത് സാധ്യമാക്കാൻ കഴിയൂ. മാറ്റങ്ങൾക്കുതകുന്ന നവീകരണ രീതിയും ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ അമൃത് ഭാരത് പദ്ധതി ഏറെ ശ്രദ്ധേയമാണ്. സ്റ്റേഷനുകൾ മാത്രമല്ല, പാളത്തിലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. വന്ദേ ഭാരത് പോലെ ലോകം ശ്രദ്ധിക്കുകയും വിസ്മയിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ട്രെയിനുകൾ ഓടുന്ന പാളങ്ങളായി അതിവേഗ കുതിപ്പടത്തുന്ന നമ്മുടെ റെയിൽവേയുടെ ഭാവിയിലേക്കുള്ള ചൂളംപിടിയാണ് ഈ പദ്ധതിയിലൂടെ മുഴങ്ങുന്നത്.